എൻ്റെ പേര് ബേബി. ഞാൻ പറഞ്ഞങ്ങാറന്ന് വരുന്നു. എൻ്റെ കിണറ്റിലെ വെള്ളം 5-6 വർഷമായിട്ട് കലക്കലായിരുന്നു. അപ്പോൾ അച്ഛൻ ആരാധന സമയത്ത് പറഞ്ഞു, കലക്കലുള്ള കിണറ്റിലെ വെള്ളത്തിന് ഇവിടുന്ന് ഉപ്പ് കൊണ്ടുപോയിട്ട് തെളിഞ്ഞു, അത് ഈശോയെ മഹത്വപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പം തെളിഞ്ഞു. എന്നുണ്ടായ അത്ഭുതം? ഞാൻ ഒരു വർഷം കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇവിടെ കിടന്ന് താമസിച്ചുള്ള ധ്യാനത്തിന് വന്നായിരുന്നു. അന്ന് ഉപ്പ് കൊണ്ടുപോയിട്ട് ഇട്ടതാണ്. ഇട്ടൊരു 10-15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളം നല്ല കണ്ണീര് പോലത്തെ വെള്ളമായി. എത്ര വർഷമായിട്ട് കിണർ അങ്ങനെയായിരുന്നു? 6 വർഷമായിട്ട്. 6 വർഷമായിട്ട് കലക്കലായിരുന്നു. ഇത് ചെയ്തപ്പോ തെളിഞ്ഞു. 1 വർഷമായിട്ട് ഒരു കുഴപ്പമില്ല. നല്ലൊരു കൈയടി കൊടുത്തേ കണ്ടോ? ശരിയോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവം പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ഈശോയുടെ സ്വഭാവം പഠിച്ചോളോട്ടാ. ഇവിടുന്ന് അച്ഛൻ വിളിച്ച് വന്ന് കേട്ടില്ലേ? കലക്കൽ വെള്ളം തെളിഞ്ഞു, ഉപ്പ് കൊണ്ടുവന്ന് ഇവിടുന്ന് ഉപ്പ് കൊണ്ടുവന്നിട്ടപ്പോൾ കലക്കൽ വെള്ളം തെളിഞ്ഞു. എന്നിട്ട് ആ വ്യക്തി ഇതുവരെ ആൾത്താരി കയറി സാക്ഷ്യം പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞ് കേട്ടോ? അച്ഛൻ നിങ്ങൾ ഉറങ്ങാതിരുന്നൊരു കേട്ടുണ്ടോ? അപ്പോൾ ആ ചേട്ടനാണ് ഈ ചേട്ടൻ. കണ്ടോ? 1 വർഷത്തിലധികമായി വലിയൊരു അത്ഭുതം നടന്നിട്ട് രാവിലെ സാക്ഷ്യം പറയാൻ അവസരം ഉണ്ടായി. ചേട്ടൻ സാക്ഷ്യപ്പെടുത്തിയില്ല. അപ്പോൾ ഈശോ ചോദിക്കുക, എന്തേ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഒന്നും പറയാത്തേ? അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി നമുക്കൊരു അനുഗ്രഹം കിട്ടിയതെന്ന് സാക്ഷ്യപ്പെടുത്താനായിട്ട്. അപ്പോൾ നിസ്സാരമായിട്ട് കരുതി വെക്കരുത്. അനുഗ്രഹം തന്ന ഈശോയ്ക്കും ഒരുപാട് നന്ദി. പ്രൈസ് ദി ലോർഡ്.